നമസ്കാരം. ജ്യോതിർഗമയിലേക്ക് സ്വാഗതം. ജ്യോതിർഗമയിൽ നമ്മൾ ജീവിതഗന്ധിയായ വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് അവബോധമുണ്ടാക്കുന്നതിലൂടെ വളരെ ശ്രേഷ്ഠമായ ജീവിത പരിവർത്തനത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ന് ലോക ജനസംഖ്യയുടെ പകുതിയിലധികം വരുന്ന യുവതി യുവാക്കൾക്കായി നമ്മൾ പുതിയൊരു പരമ്പര ആരംഭിക്കുകയാണ്, യൂത്ത് ടോക്ക്. ഇതിൽ നമ്മൾ യുവതി യുവാക്കളുടെ ആശകളിലേക്കും ആകാംക്ഷകളിലേക്കും ഇറങ്ങിച്ചെല്ലുകയാണ്. ഈ ചർച്ചയിൽ നമ്മെ നയിക്കാൻ നമ്മോട് കൂടെയുള്ളത് കേരളത്തിലുടനീളം യുവതി യുവാക്കൾക്കും അധ്യാപകർക്കും മറ്റ് പ്രൊഫഷണൽസിനും വളരെയധികം ട്രെയിനിങ് സെഷൻ നൽകിയിട്ടുള്ള മാനേജ്മെൻറ്റ് ട്രെയിനറും ബ്രഹ്മകുമാരീസിൻ്റെ യൂത്ത് ആൻഡ് എഡ്യൂക്കേഷൻ കോർഡിനേറ്ററുമായ BK പ്രഭാത് ഭായിയാണ്. ഭായി, സ്വാഗതം. നമ്മൾ ഇന്ന് യൂത്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വിജയത്തിന് പിന്നാലെയാണ് ഇന്നത്തെ യുവത്വം ഓടുന്നത്. ഇന്നത്തെ യുവത്വത്തെ സംബന്ധിച്ച് എന്താണ് വിജയം? വിജയം എന്ന് പറയുന്നത് ഒരു വലിയ ടോപ്പിക്കാണ് ശരിക്കും. ഇനി വിജയത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, പണ്ടുള്ള യുവാക്കള് ഒരു 100 കൊല്ലം മുമ്പ് എടുത്താൽ അവർ ജീവിത വിജയത്തിനെ കുറിച്ച് ഒരുപാടൊന്നും വറീഡായിരുന്നില്ല. എങ്ങനെയാണ് ജീവിതത്തിൽ വിജയിക്കേണ്ടത്, അതിനുള്ള കോഴ്സുകൾ, അതിനുള്ള പുസ്തകങ്ങൾ, ഇത് പഠിക്കുക, പഠിച്ചിട്ട് പിന്നെ അതിനെ അപ്ലൈ ചെയ്യുക, ഇതൊന്നും അവർ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ വിജയത്തിനെ കുറിച്ച് നമ്മൾ ഇത്ര ബോധേഡാവുന്നത്? കണക്കുകളും വളരെ രസകരമായിട്ടുള്ള ചില സംഭവങ്ങളാണ് തുറന്നു കാണിക്കുന്നത്. വിജയിക്കാൻ 101 വഴികൾ, അങ്ങനത്തെ ബുക്സൊക്കെ ഇറങ്ങുന്നുണ്ട്, പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട് ധാരാളം. ഇപ്പൊ ഇന്ന് ലിറ്ററേച്ചറിൽ ഏറ്റവും വലിയൊരു വിഭാഗം എന്ന് പറയുന്നത് സക്സസ് ലിറ്ററേച്ചർ എന്നാണ് പറയുന്നത്. ജീവിത വിജയത്തിന് വേണ്ട ഫോർമുല ധാരാളം മാനേജ്മെന്റ് വിദഗ്ധര് അവരുടെ ജീവിത അനുഭവത്തിൽ കൂടെയും അവര് മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയതിൽ നിന്നും എല്ലാം പുസ്തകങ്ങളാക്കിയിട്ടും CD-കളാക്കിയിട്ടും ഇപ്പോൾ ലോകം മുഴുവൻ വിറ്റുകൊണ്ടിരിക്കുകയാണ്. അതിന് വലിയൊരു ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മാറ്റം അത് കാലഘട്ടത്തിന്റെ ഊർജ ശോഷണം എന്ന് വേണമെങ്കിൽ പറയാം. പണ്ടൊരു ഇന്റഗ്രേറ്റഡ് ഹോളായിരുന്നു, എന്ന് വെച്ചാൽ ഒരു സമഗ്രമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു, എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ കൂട്ടുകുടുംബം ഉണ്ടായിരുന്നു, അതിനകത്ത് എല്ലാവർക്കും ചേർന്ന് പോകാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു, കുറച്ച് സഹനശക്തിയും സഹിഷ്ണുതയും സ്നേഹവും എല്ലാം കുറച്ച് കൂടുതലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഐസൊലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഐസൊലേറ്റ് ആകുമ്പോൾ എന്താ പറ്റുന്നത്? എനർജി ഡിസിപ്പേഷൻ നടക്കും. എനർജി ഡിസിപ്പേഷൻ നടക്കുമ്പോൾ ജീവിത വിജയം വലിയൊരു പ്രശ്നം ആയിട്ട് മാറുകയാണ്. അപ്പൊ ഇവിടെ ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ് ശരിക്കും ജീവിത വിജയം? കണക്കുകൾ കാണിക്കുന്നത് വളരെ ഭയാനകമായ ചില സ്ഥിതി വിവര കണക്കുകളാണ് നമ്മുടെ മുമ്പിൽ സർവേകളെല്ലാം എടുത്ത് കാണിക്കുന്നത്. ഒന്ന്, കണക്കുകൾ നോക്കുമ്പോൾ കാണുന്നത് ലോക ജനസംഖ്യയിൽ ജീവിത വിജയം നേടിയിട്ടുള്ളവർ, അതിന്റെ ക്രൈറ്റീരിയൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പക്ഷെ ജീവിത വിജയം നേടിയവരുടെ എണ്ണം അല്ലെങ്കിൽ ശതമാനം വെറും ഒരു 6 വർഷം മുമ്പത്തെ കണക്കാണ്. 1.75% എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അവരാണ് എല്ലാ അടിസ്ഥാനമായ ജീവിത വിജയത്തിന്റെ ഘടകങ്ങളെല്ലാം ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകും. എന്ന് വെച്ചാൽ ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളും ജീവിത വിജയം ശരിയായി നേടാൻ കഴിയാതെ മുന്നോട്ട് പോകുന്നു. അപ്പൊ എന്താണ് ശരിക്കും ജീവിത വിജയം എന്ന് പറയുന്നത്? അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിൽ ഒരു വലിയ വിഷയം എന്താന്ന് വെച്ചാൽ, മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദെയർ ലൈഫ്. അവരുടെ ജീവിതത്തിൽ അവർ പൂർണ്ണ തൃപ്തരല്ല, ഏറെയും കുറഞ്ഞു ഇരിക്കുകയാണ്. അപ്പൊ ഇവര് സക്സസ് കണ്ടുപിടിക്കാൻ വെച്ച ക്രൈറ്റീരിയൻ എന്ന് വെച്ചാൽ മാനദണ്ഡം വളരെ ബേസിക് ആണ്. ഒന്ന്, അവർ പറഞ്ഞു സന്തോഷം ഉണ്ടായിരിക്കണം. പിന്നെ അവർ നോക്കി അവരുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആയിരിക്കും, എല്ലാവരുമായിട്ടും ചേർന്ന് പോകാനുള്ള കഴിവ് വേണം. പിന്നെ അവർ നോക്കിയപ്പോൾ പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവ്, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, അത് വളരെയധികം മുന്നിട്ട് നിൽക്കണം. എന്തെങ്കിലും ഒരു ആവശ്യം വന്നു, എനിക്ക് ഇന്ന സാധനം വാങ്ങണം, ഇന്ന കാര്യങ്ങൾ വേണം, അതിന് എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ള അവസ്ഥ പാടില്ല. അതും ഒരു ഭാഗമാണ്. ഇപ്പൊ നമ്മള് ധനം എന്നത് സക്സസിന്റെ ഏറ്റവും വലിയൊരു ഘടകം അല്ല നമുക്കറിയാം. എന്നാലും അവനവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി
പൈസ ഇല്ലാതിരിക്കുക എന്ന് പറയുമ്പോൾ അതും ഒരു നിരാശ ഉണ്ടാക്കുന്ന വിഷയമാണ്. സമൃദ്ധിയുടെ ഭാഗമായിട്ട് ഇതും വരും. ഇന്ന് പലരും അതിന് മാത്രമാണ് ശരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഇന്ന് അങ്ങനെ ഒരു സ്ഥിതിവിശേഷമുണ്ട്. എന്ന് വെച്ചാൽ ഫൈനാൻഷ്യൽ സക്സസ് ആണ് സക്സസ്, ബാക്കിയൊന്നും സക്സസ് അല്ല. അതുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരിൽ കൂടുതൽ പേരും നല്ല ശമ്പളം എന്ന ഒറ്റ കാര്യം മനസ്സിൽ വെച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല ശമ്പളം വേണം, നല്ല കമ്പനിയിൽ ജോലി വേണം, ഇതെല്ലാം വേണം. പക്ഷെ ഇത് അതിന്റെ ഒരു ഘടകം മാത്രമല്ല. ഈ ഘടകത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ മറ്റ് ഘടകങ്ങളെല്ലാം ചേരുമ്പോൾ തന്നെ ഉണ്ടാവുന്ന ഒരു ഘടകമാണ്. ഇത് മാത്രമായിട്ടൊരു ഐസൊലേറ്റഡ് ഘടകമാണെങ്കിൽ നമുക്ക് ഇതിന്റെ പിന്നാലെ മാത്രം പോവായിരുന്നു. പക്ഷെ ഇതൊരു ബൈ പ്രൊഡക്റ്റ് ആണ്. ഫൈനാൻഷ്യൽ സക്സസ് ഈസ് എ ബൈ പ്രൊഡക്റ്റ്. അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഈ മാനദണ്ഡങ്ങൾ അവര് നോക്കിയപ്പോ ഇത്രയും ചെറിയ ശതമാനമാണ്. അപ്പൊ നമുക്ക് ഈ സന്തോഷത്തിന്റെ കാര്യം ഒന്ന് നോക്കാം. എപ്പോഴാണ് നമുക്ക് സന്തോഷം തോന്നുക? ഇപ്പോൾ നമ്മൾ ഒരാളോട് പറയുകയാണെന്ന് വിചാരിച്ചു, ഞാൻ ഇന്ന് വളരെ സന്തോഷവാനാണ്, ഐ ആം വെരി ഹാപ്പി. ഉടനെ അടുത്ത ചോദ്യം എന്താണ് വരിക? എന്താ കാര്യം? എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ലോട്ടറി അടിച്ചോ? അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടിയോ? അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കണം. അപ്പൊ വെറുതെ സന്തോഷിക്കുക അത് അബ്നോർമൽ ആയിട്ടാണ് ആൾക്കാർ. പക്ഷെ സക്സസിന്റെ ഫോർമുല എന്താ പറയുന്നത്? അതുകൊണ്ട് നമ്മൾ ഇന്നുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഫോർമുല, അച്ചീവ്മെന്റ്സ് ബ്രിങ്സ് ഹാപ്പിനെസ്. ഇതിപ്പോ നമ്മൾ അംഗീകരിച്ചിരിക്കുക. വെറുതെ ഒന്നും സന്തോഷിക്കാൻ പറ്റില്ല, ഒരുപാട് അച്ചീവ്മെന്റ്സ് വേണം. എന്തൊക്കെയാണ് അച്ചീവ്മെന്റ്സ്? ഏറ്റവും പ്രധാനം ഇന്നത്തെ സമൂഹത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഫൈനാൻഷ്യൽ വെൽബീയിങ് തന്നെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഞാൻ നല്ല പൈസ ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ വലിയ അച്ചീവ്മെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ പിന്നാലെ ഫോക്കസ് ചെയ്ത് പോവാം. എന്നാൽ ഈ ഫൈനാൻഷ്യൽ അച്ചീവ്മെന്റ് മാത്രം മനസ്സിൽ വെച്ച് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹാപ്പിനെസ് കോഷ്യന്റ് ഡൗൺ ആയി വരികയാണ്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇവിടെ എന്തോ ഒരു പെശകുണ്ട്. അത് നമുക്ക് കണ്ടുപിടിക്കണം. കാരണം എവിടേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്? ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി നമുക്ക് വേണം, അത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ സന്തോഷം എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? മാത്രമല്ല അത് ഏത് സമയത്താണ് ഉണ്ടാവുക? ഈ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, സന്തോഷിക്കാൻ പറ്റിയ ഒരേ ഒരു സമയം എപ്പോഴാണ്? നമ്മുടെ ജീവിതത്തിൽ, അത് ചെറുപ്പക്കാരുടെ മാത്രമല്ല, നമ്മൾ നോക്കുകയാണെങ്കിൽ ബഹുഭൂരിപക്ഷം മനുഷ്യരുടെയും ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സന്തോഷത്തിനെ പോസ്റ്റ്പോൺ ചെയ്യുന്ന ഒരവസ്ഥ കാണും. പോസ്റ്റ്പോൺ ചെയ്യാം. എങ്ങനെയാണ് പോസ്റ്റ്പോൺ ചെയ്യുന്നത്? സന്തോഷത്തിന് ഡെസ്റ്റിനേഷൻ ആക്കും. എന്ന് വെച്ചാൽ ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് ഞാൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവസാനം എന്നെ കാത്തിരിക്കുന്ന ഒന്നാണ് സന്തോഷം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ ഇവിടുന്ന് ഡൽഹി പോവാണ്. നമ്മൾ പറയും ഡൽഹിയിൽ എത്തിയാലേ സന്തോഷമുള്ളൂ. ഡൽഹിയിൽ എത്താൻ 4 ദിവസം വൈകി എന്ന് വിചാരിക്കുക, 4 ദിവസം സന്തോഷമില്ല. 10 ദിവസം വൈകി എന്ന് വിചാരിക്കുക, 10 ദിവസം സന്തോഷമില്ല. എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് സന്തോഷം കിട്ടുമായിരിക്കും. പക്ഷെ അപ്പം എന്താ സംഭവിക്കുന്നറിയോ? അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ വേറൊരു ഡെസ്റ്റിനേഷൻ മനസ്സിൽ തെളിഞ്ഞു വരും. അപ്പൊ എനിക്ക് പിന്നെ അവിടെ എത്തണം, അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ സന്തോഷിക്കാം. അപ്പൊ ഇവിടുത്തെ ഫോക്കസ് ഡെസ്റ്റിനേഷനിലേക്കാണ്. സന്തോഷത്തിനെ ഡെസ്റ്റിനേഷൻ ആക്കാൻ പറ്റില്ല. ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ ലക്ഷ്യസ്ഥാനം. സന്തോഷം ഈസ് ഓൺ ദ ജേർണി. യാത്രയിൽ, ഈ ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടുമ്പോൾ അതിൽ അടിയിൽ എഴുതിയിട്ടുണ്ട് വിഷ് യു എ ഹാപ്പി. അപ്പൊ ജേർണി ഹാപ്പി ആയിരിക്കണം എന്ന് എല്ലാവർക്കും അറിയാം. ഈ ജീവിതയാത്രയിലാണ് ഈ പ്രശ്നം വരുന്നത്. ജീവിതയാത്ര ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണം. അത് ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ മാത്രം ഹാപ്പി ആവാനുള്ളതല്ല. അപ്പൊ ബേസിക് സൈക്കോളജി നമുക്ക് അറിയുന്നുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മൾ ചില സംഭവങ്ങളിലേക്ക് അതിനെ ചുരുക്കുകയാണ്. ഇന്ന കാര്യം നടക്കട്ടെ എന്നിട്ട് ഞാൻ സന്തോഷിക്കാം. സെലിബ്രേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒക്കേഷൻ വേണം. ഈ ഒക്കേഷൻ തെരഞ്ഞു പിടിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ പറ്റുന്ന വലിയൊരു നഷ്ടം എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും സെലിബ്രേഷൻ ആണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകും. ലൈഫിൽ സെലിബ്രേറ്റ് ചെയ്യാൻ എല്ലാ ദിവസവും നമുക്ക് പല പല കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകും. അപ്പൊ സന്തോഷം അച്ചീവ് ചെയ്യാൻ ഒരേ ഒരു സമയം മാത്രമേ ഭൂമിയിലുള്ളൂ, നമ്മുടെ ജീവിതത്തിലുള്ളൂ. അത് ഈ സെക്കൻഡാണ്. ഈ ഒരു സെക്കൻഡിൽ ഞാൻ ഹാപ്പിയാണോ? അല്ലെങ്കിൽ ഒന്ന് പുനർവിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നത്. എന്താണ് ഞാൻ ഹാപ്പി അല്ലാതിരിക്കാൻ കാര്യം? എൻ്റെ മനസ്സ് എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഏത് കാര്യത്തിലേക്കാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത്? ഏത് പ്രധാനപ്പെട്ട കാര്യത്തിനാണ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്? അപ്പോൾ ഫോക്കസ് നമ്മുടെ പതുക്കെ മാറുകയാണ്.
അപ്പോൾ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും ഹാപ്പി ആയിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക നമുക്ക്? അവിടെ ഓരോ നിമിഷത്തിലും നമുക്ക് ഈ നിമിഷത്തിലേക്ക് വരാം. നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള ഒന്നാണല്ലോ, ഇത് പലരും പറഞ്ഞ് പഴകിയ ഒരു കാര്യമാണ്, എന്നാലും അതിൽ വലിയൊരു സത്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. മനുഷ്യരധികം പേരും പാസ്റ്റിലാണ് ജീവിക്കുന്നത്. അതെ, തീർച്ചയായും. 85% പാസ്റ്റിലേക്കും 10-12% ഫ്യൂച്ചറിലേക്കും, ബാക്കി 5 അല്ലെങ്കിൽ 3% പ്രസന്റിൽ. എന്ന് വെച്ചാൽ അപൂർവം മാത്രമേ നമ്മൾ റിയാലിറ്റിയെ കുറിച്ച് ബോധവാനാവുള്ളൂ. അപ്പോൾ ഈ റിയാലിറ്റി എന്താണ്? ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, എൻ്റെ സ്ഥിതി എന്താണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്. നമുക്ക് പാസ്റ്റ് നല്ലതാണ്. പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. സാധാരണ പറയാറുണ്ടല്ലോ, സക്സസ് കംസ് ഫ്രം എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പീരിയൻസസ് കം ഫ്രം ബാഡ് ലൈഫ് എക്സ്പീരിയൻസ്. നമ്മൾ അവസാനത്തെ മിസ്റ്റേക്കിൽ നിന്നാണ് നമ്മൾ പുതിയൊരു പാഠം പഠിക്കാന്ന് പറയാറുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ലൈഫ് കൂടുതലും പോകുന്നത് ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. നമുക്ക് എല്ലാം പെർഫെക്റ്റായി ചെയ്ത് ഞാൻ ജീവിതത്തിനെ പൂർണ്ണമായും എത്തിക്കും, ഇമ്പോസിബിൾ എന്ന് പറയുന്നില്ല, പക്ഷേ നോർമലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. കാരണം നമ്മുടെ എല്ലാവരുടെയും മനസ്സും ബുദ്ധിയും അതിൻ്റെ 100% പെർഫെക്ഷനിലല്ല ഈ സമയത്തുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. മനസ്സും ബുദ്ധിയും 100% പെർഫെക്റ്റ് ആയിരുന്ന സമയം. പക്ഷെ ഇപ്പം എന്തായാലും അങ്ങനെയല്ല. ഇപ്പം നമുക്കൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ പോകാൻ പറ്റും. ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ പോകുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കണം. അപ്പം പാസ്റ്റ് അത്ര മോശമൊന്നുമല്ല, പക്ഷെ തിരിഞ്ഞു നോക്കിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? എനിക്ക് ഇന്ന സ്ഥലത്ത് അബദ്ധം പറ്റി, അതെന്തുകൊണ്ടാണ് പറ്റിയത്, ഇത് എഴുതണം. ഇത് നമ്മൾ അധികം പേരും ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ്. ഇതിരുന്ന് എഴുതണം. അബദ്ധം പറ്റിയെന്ന് പറഞ്ഞിട്ട് അതിൽ നിരാശപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. കൂടുതലും അതിൽ ബ്രൂഡിങ് ഓവർ ദ പാസ്റ്റ് എന്ന് പറയുന്ന പ്രയോഗം വരാൻ കാരണം അതാണ്. ബ്രൂഡ് ഓവർ ദ പാസ്റ്റ് എന്ന് വെച്ചാൽ അത് അങ്ങനെ സംഭവിച്ചു, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ആകെ തകർന്നു പോയി, അല്ലെങ്കിൽ അതിനുശേഷം ഇപ്പം ഞാൻ ഇങ്ങനെ ആയിപ്പോയി, ഒരു ഗിൽറ്റി കോൺഷ്യസ്നെസ് വരും. ഈ ഒരു മനോഭാവം ഒരുപാട് യുവതി യുവാക്കളിൽ കാണുന്നുണ്ട്. അവിടുന്ന് കുടുങ്ങിക്കിടക്കുക ഇതിനാണ് പറയുക. പാസ്റ്റിൽ കുടുങ്ങിക്കിടക്കണം. ആ കുടുങ്ങിക്കിടക്കുന്നതിൽ നിന്ന് നമുക്കൊന്ന് രക്ഷപ്പെട്ടു വരണം. പക്ഷെ കുടുങ്ങിക്കിടക്കുന്നതിൽ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? അതിന് ഫ്യൂച്ചറിനെ കുറിച്ചൊരു പ്ലാൻ വേണം, എന്തെങ്കിലും ഒരു പ്ലാൻ വേണം. നോക്കൂ, നമ്മൾ ഈ പ്ലാനിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ധാരാളം പേരോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ചിലരെന്നോട് ചോദിക്കും, ഈ പ്ലാനിങ്ങിൻ്റെയൊക്കെ ആവശ്യം എന്താ? നമ്മൾ ലൈഫിൽ അങ്ങനെ മുന്നോട്ട് പോകണേ. ഒരുപാട് പ്ലാനൊക്കെ ചെയ്തു പോയാൽ അവസാനം തലവേദന വന്ന് ടെൻഷൻ വന്ന് നമുക്ക് മുന്നോട്ട്. അത് ശരിക്കും ഒരു ഫാക്ടർ അല്ലേ? കാരണം പ്ലാൻ ചെയ്തു പോയത് കിട്ടിയിട്ടില്ലെങ്കിൽ അത് വലിയൊരു ബാഡ് എഫക്റ്റ് ഉണ്ടാക്കില്ലേ ശരിക്കും? തീർച്ചയായിട്ടും. നമ്മൾ ബസ്സിൽ കയറി എവിടേക്കാ പോകേണ്ടതെന്ന് കണ്ടക്ടർ ചോദിച്ചു. നമ്മൾ പറയാം, എവിടേക്ക് പോയാലും കുഴപ്പമില്ല, നിങ്ങൾക്കിപ്പോൾ എവിടേക്കാ പോകേണ്ടത്, ഞാനും അങ്ങോട്ട് വരാം. എന്നിട്ട് ഞാൻ അവിടെ എത്തിയപ്പോൾ ഞാൻ പറയണം, അല്ല എനിക്ക് ഇവിടേക്കല്ല വരേണ്ടിയിരുന്നത് എന്ന് പറയാൻ പിന്നെ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ചിത്രം വേണം. ഞാൻ എവിടേക്കാ പോകുന്നതെന്ന് എനിക്ക് അറിയണം. ഇന്ന് എന്താ വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പല കോഴ്സുകൾ എടുക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ഞാൻ എവിടേക്കാ പോകുന്നത് എന്നറിയുന്നില്ല. ഈ കാര്യം ക്ലിയർ ആയിരുന്നെങ്കിൽ ഈ യാത്രയിലുള്ള ബുദ്ധിമുട്ട് ഒരുപാട് ഒഴിവാക്കായിരുന്നു. നമുക്ക് നിസ്സാരമിട്ട് നമുക്ക് വീണ്ടും ആ ജേർണിയുടെ കാര്യത്തിലേക്ക് കയറാം. നമ്മൾ ഡൽഹിയിലേക്ക് പോവാണ്. ഡൽഹിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു വെച്ച് എന്തൊക്കെ അതിന് വേണം, ഇനി ഡൽഹിയിൽ എത്തിയിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നു, ഡൽഹിയിൽ ഞാൻ എത്ര ദിവസം ഉണ്ടാവും, അവിടെ എന്തൊക്കെയാണ് എനിക്ക് ചെയ്യാനുള്ളത്, അതിനുള്ള ടൈം എനിക്കുണ്ടോ, അതിനെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യും. എന്നിട്ട് കൃത്യമായി സമയബന്ധിതമായിട്ട് അതിനെ തീർക്കാൻ നമ്മൾ പരിശ്രമിക്കും. ചിലപ്പോൾ സാധിച്ചില്ല എന്ന് വരാം, നമ്മുടെ പ്ലാനിങ്ങിന് അപ്പുറത്തുള്ള ചില കാര്യങ്ങൾ നടക്കും, അത് വേറെ. പക്ഷെ പ്ലാൻ ചെയ്യാതെ പോയാലോ ഒന്നും ഉണ്ടാവില്ല. പ്ലാൻ ചെയ്ത് പോയാലും പ്രതിബന്ധങ്ങൾ ഉണ്ടാവാം, പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷെ പ്ലാൻ ചെയ്യാതെ പോയാൽ എൻ്റെ ജേർണി ഡിസാസ്റ്ററാണ്. എന്ന് വെച്ചാൽ അത് എനിക്കും ഗുണമില്ല, മറ്റുള്ളവർക്കും ഗുണമില്ല. അപ്പോൾ ലൈഫിൻ്റെ ജേർണിയിൽ എത്ര പ്ലാനിങ് വേണം, ഞാൻ എവിടേക്കാണ് പോകുന്നത്, എന്താണ് എനിക്ക് ചെയ്യേണ്ടത്, ഞാൻ ഇഷ്ടപ്പെടുന്നത് തന്നെയാണോ ചെയ്യുന്നത്, ഇത് ഞാൻ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് സന്തോഷം കിട്ടുന്നുണ്ട്, എൻ്റെ ചുറ്റുമുള്ളവർ ഹാപ്പിയാണോ, എന്തൊക്കെ ഫാക്ടേഴ്സ് അതിൽ വരുന്നു. പ്ലാനിങ് ഒരു വളരെ വലിയ ഫാക്ടറാണെന്നാണ് പറയുന്നത്. വലിയ ഫാക്ടറാണ്. പ്ലാനിങ്ങിലും നമ്മൾ കുറച്ച് ഈസി ആവണം ശരിക്കും. കാരണം പ്ലാനിങ്ങിൻ്റെ ടെൻഷൻ കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ വരുന്നത്.
എന്നാൽ പ്ലാനിങ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. സമയത്തിന് ആര് വില കൊടുക്കുന്നു? നമ്മൾ സമയത്തിനെ കുറിച്ച് ഒരുപാട് പറയാറുണ്ടല്ലോ. സമയം ആണ് നമ്മുടെ ജീവിതം. ശരിക്കും ഇന്ന സമയത്ത് ഇന്നത് ചെയ്ത് തീർക്കുക, ഇന്ന സമയത്ത് ഇന്നത് ചെയ്ത് തീർക്കുക. സമയബന്ധിതമായിട്ട് പോകുന്ന ഒരാൾ ജീവിതത്തിൽ വിജയിച്ചിരിക്കും എന്നാണ് പറയുന്നത്. ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് എത്രയോ വലിയൊരു വിഷയം തന്നെ കിടക്കുന്നുണ്ട്. ജീവിത വിജയം നേടുന്നവരെ നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, അവരെല്ലാവരും ടൈമിന് വലിയ പ്രാധാന്യം കൊടുത്തു, വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. സമയത്തിന് അവരൊരിക്കലും വെറുതെ കളഞ്ഞിട്ടില്ല. അപ്പോൾ പ്ലാനിങ്, സമയത്തെ ശരിയായിട്ട് യൂസ് ചെയ്യാം. അതിന് നമ്മൾ PDCA സൈക്കിൾ എന്ന് പറയും. ശരിക്കും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ PDCA സൈക്കിൾ എല്ലാവരും ഒന്ന് ശരിക്കും നോട്ട് ചെയ്ത് വെക്കേണ്ട ഒന്നാണ്. കൂടുതൽ പ്രൊഡക്റ്റീവ് ആവണം എന്നുള്ളവർ, എൻ്റെ സമയത്തിന് നല്ല മൂല്യം കൊടുക്കണം എന്നുള്ളവർ പ്ലാൻ ചെയ്യണം. അതാണ് P. ഈ പ്ലാനിങ്ങിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താണ് എനിക്ക് ജീവിതത്തിൽ വേണ്ടത്? അത് ആദ്യത്തെ ചോദ്യം. ഇനി അത് എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് അച്ചീവ് ചെയ്യേണ്ടത്? ഇതെല്ലാം ക്ലിയർ ആക്കണം. എന്നിട്ട് അതിന് അവിടേക്ക് എത്താൻ എനിക്ക് എത്ര സമയം വേണ്ടി വരും? ആ സമയത്തിന്റെ ഇടയ്ക്ക് എന്തൊക്കെ ഞാൻ ചെയ്യണം? എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളും കുറേ ഉണ്ട്. പ്ലാൻ ഉണ്ടാക്കി അവിടെ ഇരിക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് സെക്കൻഡ് പോയിന്റ് D ആണ്. PDCA D ആണ്. ഡു. സിമ്പിൾ ആണ്, ചെയ്യണം. അപ്പോൾ നമ്മൾ പ്ലാൻ ഉണ്ടാക്കി ചെയ്തു. ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അറിയാം പ്ലാനിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ചെക്ക്, മൂന്നാമത്തെ പരിശോധിക്കണം. എന്തായിരുന്നു ഈ പ്ലാനിന്റെ പ്രോബ്ലം? അതിനെങ്ങനെയൊക്കെ മാറ്റണം? വീണ്ടും ആക്ട്. ആ പ്ലാനിന് മീതെ വീണ്ടും ആക്ട് ചെയ്യണം. അടുത്ത സൈക്കിൾ വീണ്ടും പോകുന്നത് Pയിലേക്കാണ്. വേണമെങ്കിൽ പുതിയ പ്ലാൻ ഉണ്ടാക്കേണ്ടി വരും. നമ്മൾ പലപ്പോഴും ആദ്യം പ്ലാൻ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കഴിവുകളും അഭിരുചികളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പ്ലാൻ ആയിരിക്കും. എനിക്ക് പാട്ട് പാടാൻ വലിയ കഴിവില്ല, പക്ഷെ ഞാനൊരു പ്ലാൻ ഇടുകയാണ്. കൊള്ളാം, പ്ലാൻ ഇട്ടാൽ എന്തും നടക്കും, ഞാനൊരു നല്ല ഗായകനായിട്ട് മാറും. നടക്കും, നടക്കില്ല എന്ന് പറയില്ല. എന്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ അത് നടക്കും. പക്ഷെ അതിന് ചിലപ്പോൾ ഒരുപാട് കാലദൈർഘ്യം എടുത്തേക്കാം. നമുക്ക് ചില ടാലൻസ് ഉണ്ട്. അപ്പൊ ഈ ആദ്യം നമ്മൾ ഈ വിജയം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ശരിക്കും നമ്മുടെ അഭിരുചികളിലേക്കാണ്, ബേസിക് ടാലൻസിലേക്കാണ്. എനിക്കൊരു ഡോക്ടറെ അറിയാം. അദ്ദേഹം നല്ല പ്രാക്ടീസുള്ള ഡോക്ടർ. അദ്ദേഹത്തിന്റെ അച്ഛനമ്മമാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് അദ്ദേഹം ഡോക്ടറായി. എന്നാൽ അദ്ദേഹം ഡോക്ടറായി നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോയി. ഫാമിലി ഉണ്ട്, കുട്ടികളുണ്ട്. പക്ഷെ നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള ഒരു ലൈഫല്ലേ തെരഞ്ഞെടുക്കേണ്ടത്? തീർച്ചയായിട്ടും. പക്ഷെ അച്ഛനും അമ്മയ്ക്കും വലിയ നിർബന്ധമായിരുന്നു. അച്ഛനും അമ്മയും ഡോക്ടേഴ്സാണ്. അവർക്ക് മകനെ ഡോക്ടറായിട്ട് തന്നെ കാണണം. പിന്നെ അപ്പൊ അച്ഛനമ്മമാരുടെ ആഗ്രഹത്തിന് വഴങ്ങി അദ്ദേഹം ഡോക്ടറാവുകയും ചെയ്തു. അദ്ദേഹത്തിന് പാട്ടുകാരനാവണമെന്നായിരുന്നു. മ്യൂസിക് കോളേജിൽ പോകാനുള്ള ശ്രമമൊക്കെ നടത്തി. അച്ഛനമ്മമാര് വളരെ ശക്തമായി എതിർത്തു. അങ്ങനെ അദ്ദേഹം ഡോക്ടറായി. ഒരു കാർ ആക്സിഡന്റിൽ അച്ഛനും അമ്മയും മരിച്ചു. അതിനുശേഷം വിത്തിൻ 1 ഇയർ അദ്ദേഹം പ്രാക്ടീസ് അവസാനിപ്പിച്ചു. ഇന്ന് നല്ല രീതിയിൽ ഗാനമേളകളും മ്യൂസിക് ആൽബംസും ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, അന്നത്തെ അത്ര എനിക്ക് പൈസ കിട്ടുന്നില്ല, പക്ഷെ അതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കിട്ടി. ഒരുപാട് കാര്യങ്ങൾ കുറച്ച് വിശാലമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം എന്തൊക്കെയാണ് കിട്ടിയത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ ഇപ്പോഴാണ് ജീവിക്കാൻ തുടങ്ങിയത്. ഞാൻ ഹാപ്പിയാണ്. ഇല്ലെങ്കിൽ എൻ്റെ ടെൻഷൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് മുഴുവൻ എടുത്തിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ അത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ വളരെ റിലാക്സ്ഡ് ആണ്. കാരണം ഇതാണ് എനിക്ക് ചെയ്യേണ്ടത്. അദ്ദേഹം വളരെ മുന്നോട്ട് പോവുകയും ചെയ്യും ഇനി. കാരണം മനസ്സ് അതിലേക്ക് അലൈനായി. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സന്തോഷമല്ലേ ശരിക്കും അതുണ്ടായിരുന്നത്, അത്രയും കാലം ഉണ്ടായിരുന്നത്? അതായത് ഡോക്ടർ ആവണം എന്നുള്ളത് അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടല്ലേ? തീർച്ചയായും അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അതിന്റെ ഒരു ആശീർവാദം തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ നമ്മുടെ അച്ഛന്റെ അമ്മയുടെയും ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ ഒരു വലിയ എനർജി ഫ്ലോ വരും. നമ്മൾ ആശീർവാദം, അനുഗ്രഹം എന്നൊക്കെ പറയുന്ന എനർജി ഫ്ലോ ആണ്. അതിന്റെ ബലം തീർച്ചയായിട്ടും നമുക്കുണ്ടാവും. പക്ഷെ അപ്പോഴും നമ്മൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. അപ്പോഴും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അത് നല്ലതാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത്. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടി ജീവിക്കാൻ മറന്നു പോകാൻ പാടില്ല. അല്ലെങ്കിൽ ലൈഫിൻ്റെ സുഖം അനുഭവിക്കാൻ പറ്റില്ല. മാത്രമല്ല ഇതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ഡോക്ടറായില്ല, പാട്ടുകാരനായി വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു, അപ്പോഴും അച്ഛനും അമ്മയ്ക്ക് സന്തോഷം കിട്ടും. അപ്പോഴും കിട്ടും, ഒരുപാട് പേർക്ക് സന്തോഷം കിട്ടും.
പ്രത്യേകിച്ച് ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടും. രണ്ട് വഴി നമുക്ക് സ്വീകരിക്കാം. ഒന്ന്, അച്ഛനമ്മമാർ നൽകുന്ന നിർദ്ദേശത്തിനനുസരിച്ച് മുന്നോട്ട് പോയി എന്നിട്ട് തൻ്റെതായ പാഷൻ പിന്തുടരുന്നൊരു സമീപനം എടുക്കാം. ഇല്ലെങ്കിൽ വളരെ ദൃഢനിശ്ചയത്തോടു കൂടി പറയാം, എനിക്ക് ഈ വഴിയാണ്. പക്ഷെ ഇന്ന് പലരും അച്ഛനമ്മമാർ തിരഞ്ഞെടുക്കുന്ന വഴിയിലൂടെ പോയി അവിടെ വിജയിക്കാനാവാതെ നിരാശപ്പെട്ടിരിക്കുകയാണ്. എന്നെ കൊണ്ട് ഇത് പറ്റിയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട വഴിയിലൂടെ പോകാനും സാധിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രവണത ഒരുപാട് ധാരാളമുണ്ട്. അതിന്റെ അപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ചെറിയ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, ഇന്നതാണ്, ഇതിന് നിങ്ങളുടെ അച്ഛനും അമ്മയും സപ്പോർട്ടാണോ? ചിലർ പറയാണ്, ചിലർ പറയല്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അപ്പൊ പറയും, ഞാൻ എന്തായാലും ചെയ്യും. പക്ഷെ വീട്ടിൽ നിന്ന് എതിർപ്പ് വരുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പൊ ഇവിടെ അച്ഛനമ്മമാരും ഇതിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. അച്ഛനമ്മമാര് വളരെ നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത് പറയുന്നത്, കുട്ടികളുടെ ഫ്യൂച്ചർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആ പ്രൊട്ടക്ട് ചെയ്യാനുള്ള വെമ്പലില് ചില ബേസിക് ആയ നിയമങ്ങൾ അവർ മറന്നു പോവാണ്. എന്താണ് ബേസിക് ആയ നിയമം? ഓരോ ഇൻഡിവിജ്വലും സെപ്പറേറ്റ് ആണ്. അവരവരുടെ ഡെസ്റ്റിനി അവരവരുടെ കയ്യിൽ തന്നെ. വേറെ ആർക്കും അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ചെറിയ ഡയറക്ഷൻ കൊടുക്കാം, അത്യാവശ്യം പുറമേ മിനുക്കുന്ന കാര്യങ്ങൾ ചെയ്യാം, എന്നിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ജീവിതത്തിന്റെ ചില നിയമങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടും, ഇങ്ങനെ ചെയ്താൽ ഈ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞു കൊടുക്കാം. ഗൈഡ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ടീച്ചേഴ്സിനെ പോലും പറയുന്നത് ടീച്ചേഴ്സ് എന്നല്ല, ആ വാക്ക് തന്നെ ഒബ്സൊലീറ്റ് ആയി കഴിഞ്ഞു. ഇപ്പൊ ടീച്ചേഴ്സ് എന്ന് പറയാൻ പാടില്ല എന്നാ പറയുന്നത്. പഠിപ്പിക്കുന്നവർ. ഒരാൾക്കും ഒരാളെയും പഠിപ്പിക്കാൻ സാധിക്കില്ല. ഇതൊരു വലിയ ഫാക്റ്റാണ്. ഈ പഠിപ്പിക്കണം നോക്കി, വാക്കിലുള്ള പ്രശ്നം ഇതാണ്. ഒരു ടീച്ചർക്ക് തോന്നുന്നതാണ് ഞാൻ പഠിപ്പിക്കേണ്ട ആളാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ടീച്ചറുടെ ഏറ്റവും വലിയ ടെൻഷൻ ആരംഭിക്കുകയാണ്. കാരണം വലിയ എടുത്താൽ പൊങ്ങാത്തൊരു ഉത്തരവാദിത്തമാണ് തലയിൽ വെച്ചിരിക്കുന്നത്. എനിക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരാളുണ്ട് ഈ ഭൂമിയിൽ, അതാരാണ്? അത് ഞാൻ തന്നെ. എനിക്ക് എന്നെ പഠിപ്പിക്കാൻ പറ്റും. ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല, ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്, ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റും. മറ്റുള്ളവരെയും പഠിപ്പിക്കാം. പക്ഷെ അതിന് ഒരേ ഒരു മെത്തേഡേ ഉള്ളൂ, ഞാൻ ചേഞ്ച് ആവുന്നതിൽ കൂടെ പഠിപ്പിക്കാം. ഞാൻ ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ചെയ്തു, വേണമെങ്കിൽ നിങ്ങൾ അത് കണ്ടിട്ട് ചെയ്തോളൂ. ഇത് മാത്രമേ നമുക്ക് വഴിയുള്ളൂ. വെർബൽ ടീച്ചിങ്, ഞാൻ നിങ്ങളെ പറഞ്ഞ് ശരിയാക്കും, ഞാൻ നിങ്ങളെ പറഞ്ഞ് നന്നാക്കും. ഒരുപാട് കൗൺസിലിംഗ് സെന്റേഴ്സും ഒരുപാട് പറഞ്ഞ് നന്നാക്കുന്നത്. കൗൺസിലിംഗ് സെന്റേഴ്സിൽ പിന്നെ അവർ ശാസ്ത്രീയമായിട്ടുള്ള ഒരു രീതി അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു കൗൺസിലർക്ക് അറിയാം, പഠിച്ചിട്ടുള്ള ഒരു കൗൺസിലർക്ക് എങ്ങനെയാണ് ഈ കൗൺസിൽ ചെയ്യപ്പെടുന്ന ക്ലയന്റിന്റെ ഉള്ളിലുള്ള വികാര വിചാരങ്ങളെ മനസ്സിലാക്കി ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് അറിയാം. ദേ ആർ ട്രെയിൻഡ് സയന്റിഫിക്കലി. ടീച്ചേഴ്സിന് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സൈക്കോളജിക്കൽ ട്രെയിനിങ്ങിന്റെ അഭാവം കൊണ്ട്, എന്നാൽ ഹൈലി സൈക്കോളജിക്കൽ എനർജി പ്രകടിപ്പിക്കുന്ന കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അവർ പോവാണ്. അപ്പൊ അവിടെയാണ് ഈ ചെറിയൊരു പ്രശ്നം വരുന്നത്. അതുകൊണ്ട് ടീച്ചിങ് എന്നുള്ള വാക്ക് മാറ്റിയിട്ട് ഇപ്പോൾ ഒരു ഫെസിലിറ്റേറ്റിംഗ് എന്നാണ് പറയുന്നത്. ടീച്ചേഴ്സ് ആർ ഫെസിലിറ്റേറ്റേഴ്സ്. എന്താണ് ഈ ഫെസിലിറ്റേഷൻ? സുഗമമാക്കി കൊടുക്കുക, എളുപ്പമാക്കി തീർക്കുന്ന വ്യക്തി. ഇത്രയേ ഉള്ളൂ ഒരു ടീച്ചറുടെ ഡ്യൂട്ടി. ഇത്രയേ ഉള്ളൂ. നമ്മളാണ് പഠിക്കേണ്ടത്, ടീച്ചർമാരത് സുഗമാക്കി. ടീച്ചറുടെ ജോലി എന്താണ്? ഞാൻ ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, ആ കുട്ടിക്ക് ഓൾറെഡി അറിയാം, അതവൻ അറിയാം എന്നുള്ള കാര്യം അവനെ ഒന്ന് ഓർമ്മപ്പെടുത്തേണ്ട ജോലിയാണ് എൻ്റെ. അപ്പൊ അവിടെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള എനർജി ഫ്ലോ നടക്കും. ഇല്ലെങ്കിലാണ് ഈ പ്രശ്നം വരുന്നത്. എനിക്ക് പഠിപ്പിക്കേണ്ട ബാധ്യതയുണ്ട്, അവിടെയാണ് ഈ പ്രശ്നം. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 3 ഡയമെൻഷണൽ പാത്വേ ആണ്. നമ്മൾ യൂത്തിനെ മാത്രം, യുവതി യുവാക്കളെ മാത്രം ഒരു ഭാഗത്ത് സെഗ്രിഗേറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ യൂത്ത് ടോക്കിൽ നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത് യുവതി യുവാക്കളുടെ പ്രശ്നത്തെ കുറിച്ചാണെങ്കിലും ഇതിന് ഈ ത്രികോണത്തിന് 2 ഇമ്പോർട്ടൻറ്റ് വശങ്ങളും കൂടിയുണ്ട്. ഒന്ന് പാരൻസും ഒന്ന് ടീച്ചേഴ്സും. അപ്പം ഇവിടെ ഈ സക്സസ് എന്നുള്ള വിഷയത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒന്ന് കണ്ടു ഹാപ്പിനെസ്, പിന്നെ അടുത്ത് നമ്മൾ എന്താണ് നോക്കിയത്? മറ്റുള്ളവരുമായിട്ട് ചേർന്ന് പോകാനുള്ള എബിലിറ്റി. ഇത് സക്സസിൻ്റെ വലിയൊരു റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എബിലിറ്റി. ഒരു വലിയ സ്റ്റീൽ ജയന്റ് അമേരിക്കയിൽ ആൻഡ്രൂ കാർണിഗി എന്ന് പറയും. അദ്ദേഹം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ പ്രചോദിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധങ്ങളിലുള്ള പെർഫെക്ഷൻ കൊണ്ടാണ്. എത്രയോ പേര് ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിനോട് ചോദിച്ചു,
താങ്കൾക്ക് എങ്ങനെ ഒരു മാഗ്നറ്റിനെ പോലെ ആൾക്കാരെ പിടിച്ചു നിർത്താൻ കഴിയും? ആൾക്കാർ നിങ്ങളുമായിട്ട് ബിസിനസ് ചെയ്യാനാണ് താല്പര്യം കാണിക്കുന്നത്. എവ്രി യങ് എന്റർപ്രന്യൂർ വാണ്ട് ടു ഇന്ററാക്ട് വിത്ത് യു. വാട്ട് ഈസ് യുവർ സീക്രട്ട് എന്നാണ് ഒരു ജേർണലിസ്റ്റ് ചോദിച്ചത്. എല്ലാ പുതിയ സംരംഭകരും നിങ്ങളുടെ അടുത്തേക്ക് ഒന്ന് എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു മാഗ്നറ്റ് ആയത്? അത് ശരിക്കും നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒരു സ്വഭാവമാണോ, അല്ലെങ്കിൽ നമ്മളിൽ ആദ്യം ഉണ്ടായിരിക്കേണ്ട ഒന്നാണോ? ഇതൊരു വലിയൊരു പോയിന്റാണ്. നോക്കൂ, നമ്മളെ സെൽഫ് ഡെവലപ്മെന്റിൽ ഇപ്പൊ യൂത്ത് ടോക്ക് ആയാലും അല്ലെങ്കിൽ വേറെ ഏത് വിഷയമായാലും നമ്മൾ ജ്യോതിർഗമയിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാം, ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് കൊണ്ടുവരാം. ട്രാൻസ്ഫോർമേഷനിൽ 2 പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഉള്ളിൽ ചിലതൊക്കെ ഉണ്ട്. ഒരു എനർജി ഡിപ്ലീഷൻ നടന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരുപാട് പോസിറ്റീവ് വെർച്യൂസ് ഉണ്ട്. എന്നാൽ ചില ഭാഗങ്ങളിൽ നമ്മൾ വളരെ വീക്കാണ്. അത് ഓരോരുത്തർക്കും വേറെ വേറെയാണ്. പക്ഷെ എൻ്റെ വീക്ക്നെസ് എവിടെയാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റും. ഇവിടെ ഏറ്റവും വലിയൊരു പോയിന്റ് സെൽഫ് അനാലിസിസ് ആണ്. ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞത്, ജീവിത വിജയം നേടണോ നിങ്ങൾക്ക് ഈ എബിലിറ്റി ആദ്യം ഡെവലപ്പ് ചെയ്യണം, സെൽഫ് അനാലിസിസ്. ഇല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ അനലൈസ് ചെയ്യാൻ ഒന്നുകിൽ സെൽഫ് അനാലിസിസ് ചെയ്യുക, സ്വയം ചേഞ്ച് ചെയ്യാം. ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ വരും, നിങ്ങൾ അങ്ങനെ ചെയ്തു, നിങ്ങൾ എങ്ങനെ ചെയ്തു. സെൽഫ് അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത് ആൾമോസ്റ്റ് 90% ഓഫ് വേൾഡ് പോപ്പുലേഷൻ ഈസ് നോട്ട് അവെയർ അബൌട്ട് ദിസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, സെൽഫ് അനാലിസിസ് എന്ന ഫാക്ടർ. ഈ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് കഴിവുകളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. എവിടെയാണോ കുറവുകളുള്ളത് അതിനെ നമുക്ക് നികത്താനും സാധിക്കും. അപ്പോൾ നമ്മൾ സെൽഫ് അനാലിസിസ് ആണ് ആദ്യം ചെയ്യേണ്ടത്, ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ സമയം ഏകദേശം തീർന്നിരിക്കുകയാണ്. ഈ ചർച്ച നമുക്ക് ഇനിയും തുടരാം. ഇത്രയും വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് 1000 നന്ദിയുണ്ട്. നമ്മൾ ഇന്ന് യൂത്ത് ടോക്കിൽ ഒരു വളരെ വിശാലമായ ലോകത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിന്ന് അറിയാൻ സാധിച്ചു, വളരെ വ്യക്തമായൊരു മെസ്സേജ് നമുക്ക് കിട്ടി. PDCA, പ്ലാൻ, ഡു, ചെക്ക് ആൻഡ് ദെൻ ആക്ഷൻ. ഈ ഒരു സന്ദേശം നമ്മുടെ യുവതി-യുവാക്കൾ അവരുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ ഇത് വീണ്ടും തുടരും. അതുവരെ കാത്തിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം